അതിജീർണമായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഹുൽ മാക്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പുറത്തു പോകുന്ന വിവരങ്ങളെല്ലാം മനസ്സിലാക്കി വിദേശത്തേക്ക് കടന്നു കളയാൻ ഇരിക്കാൻ വേണ്ടി ലുക്കോസ് നോട്ടീസ് കൂടി പുറപ്പെടുവിച്ച ഒരു MLAയുടെ ചിത്രമാണ് കോൺഗ്രസുകാർക്ക് ഇന്ന് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിജീർണമായ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയ വിപരീതങ്ങളാണ് രൂപപ്പെട്ടു വരുന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഗൗരവവും കാണും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നത രൂപപ്പെടും, ഉറപ്പല്ലേ. ഈ ജീർണത പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാത്തവരുണ്ട്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസിലുണ്ടാവും. ഏതായാലും പകരവെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിൻ്റെയും ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഞാനത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാം പറയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിട്ടതാണ്. അത്രയും എനിക്ക് പറയാനുള്ളത് അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. കാരണം സസ്പെൻഡ് ചെയ്യുന്നതുമാണ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകരെ കൂടെ എല്ലാവരും ചേർന്ന് വോട്ടിംഗ് ചെയ്യുന്നു രാഹുൽ മാക്കൂട്ടം. ഈ വിവരം അവസാനത്തെ ഒരു TV ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിൽ കേട്ടതിന് ശേഷം പിന്നീട് ഇപ്പോൾ TV തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസ് കൂട്ടി രാഹുൽ മാക്കൂട്ടം പുറത്തേക്ക് പോയത്. അതുവരെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കോൺഗ്രസുകാരുടെ പരിപൂർണമായ പിന്തുണയായിരുന്നു. സുധാകരൻ ശ്ലാഘിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. എന്നാൽ അതിൻ്റെ അകത്ത് തന്നെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടും ഒക്കെ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത് തന്നെ ശരിയാണ്. സൈബർ പോരാട്ടം അവർക്കെതിരായിട്ട് നടക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജീർണമായ മുഖം മാത്രമേ ഇത് പ്രകടിപ്പിക്കപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി ഈ വർഗീയ പാർട്ടി ഞങ്ങൾ ഇതേവരെ പറഞ്ഞില്ല. ഇതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്, അത് കേട്ടാ മനസ്സിലാവുന്നതാണ്. അതിനൊക്കെ ആ ഭാഷയുണ്ട്, അത് മനസ്സിലായാൽ മനസ്സിലാവും. പറഞ്ഞാൽ കൂടി പറയാം. വർഗീയ പാർട്ടിയാണ് ഞങ്ങൾ ഇതേവരെ പറഞ്ഞില്ല, എന്നാൽ അതിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് മനസ്സിലാവില്ലേ? നിങ്ങളുടെ അഭിപ്രായം കേരളത്തിന്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും അങ്ങനെയാ പറഞ്ഞു. കേരളത്തിന്റെ അഭിപ്രായം അതാണ്, അല്ലാണ്ട് ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്. കേരളം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു ചരിത്രത്തിൽ നേരെ ഒരു MLA സംബന്ധിച്ചോ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോ ഇതുപോലൊരു അഭിപ്രായം തുടർന്നും ഉയർന്നു വന്നിട്ടില്ല. ഈ പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോഴെ തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം നേടാൻ വേണ്ടിയുള്ള കാര്യത്തിൽ അദ്ദേഹം സമ്മതിച്ചു കൊടുത്തൊരു കാര്യമുണ്ടല്ലോ. വായിക്കില്ലേ? ഇന്നത്തെ മനോരമയും മാതൃഭൂമിയും ഞങ്ങളുടെ എല്ലാവരും വായിക്കണമെന്നില്ല. വായിക്കില്ലേ? എന്താ പറഞ്ഞെടുത്ത് വായിക്കും. ഉഭയകക്ഷി സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. ആ അവകാശം ഞങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്, ജാമ്യം നേടാൻ വേണ്ടി. അപ്പൊ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ കുട്ടിയാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അവര് കല്യാണം വേറെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചതിന്റെ ഭാഗമായി BJP പ്രാദേശിക പ്രവർത്തകരാണ് കഴിച്ചത്. അവരെ കുട്ടിയാവാനാണ് സാധ്യത എന്നാണെങ്കിൽ ഞാനിന്ന് മാതൃഭൂമി വായിച്ചപ്പോഴാണ് ആ വിവരം അറിയുന്നത് BJP ആണെന്ന്. എനിക്കറിയണ്ടായിരുന്നു. അപ്പൊ അതാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണുള്ളത് ഈ കേരളം. അത് സംബന്ധിച്ചുള്ള നല്ല രീതിയിലുള്ള ഒരു ജനകീയമായ ഒരു വിചാരണ മാനസിക തലത്തിൽ കേരളത്തിലുള്ളതുങ്ങൾ നടത്തേണ്ടതെന്നാണ് എൻ്റെ. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് വരട്ടെ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതേ പറഞ്ഞാൽ അത് തന്നെയാണ്. അതിൽ ഞങ്ങൾ വല കരുതിയില്ല. പാർട്ടി ഇതിൽ നിന്നാണ് നിങ്ങൾ മുമ്പ് തന്നെ തീർക്കുകയാണ് കാണുകയാണ് തെളിവായിട്ട്. അത് ഒരാളൊന്നുമല്ല, നിരവധി ഇനിയും ഇരുന്നോ അത് 10-18. അപ്പൊ അതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു കോൺഗ്രസിന് മാത്രമേ സാധിക്കുള്ളൂ, ഒരു പത്രപ്രവർത്തനം സാധിക്കില്ല. പിന്നെ കോൺഗ്രസിന് വേണ്ടി പത്രപ്രവർത്തനം നടത്തുന്ന നമുക്ക് സാധിക്കും, വേറെ ആർക്കും സാധിക്കും. ഞങ്ങൾക്കൊന്നും മറക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ അധികം പറഞ്ഞില്ലേ, ശബരിമല കേസ് വന്ന 1ാമത്തെ ദിവസം പ്രതികരിക്കാനാ ഞാൻ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ അതിന്റെ ഭാഗമായിട്ട് ശബരിമല ശാസ്ത്രാവലി അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനി ഒരു
തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അന്നും ഇന്നും ഞങ്ങളുടെ നിലപാടാണ്. ആ കാര്യം മുഴുവൻ അന്വേഷിച്ച് ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനുശേഷം ഞാൻ പറഞ്ഞു, ആരാണോ ഉത്തരവാദി എന്നതിൻ്റെ അകത്ത് ആരോ ആവാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ആരായാലും അവരെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം CPIM ഏറ്റെടുക്കില്ല. ആവശ്യമായ നിലപാടുകളും നടപടി ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടി അങ്ങനെയാണ് പറഞ്ഞത്, ഗവൺമെന്റും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഓർത്ത് നിൽക്കുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം UDF-കാർ പറഞ്ഞത് ഈ അന്വേഷണം ശരിയാവില്ല എന്നുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവർ തന്നെ നിശ്ചയിച്ച സ്പെഷ്യൽ ടീമിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണം SIT, ആ അന്വേഷണം പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിയമസഭാ സമ്മേളനം മുഴുവൻ അവരെ യഥാർത്ഥത്തിൽ അവസാനിപ്പിച്ചത്. ഒരു സമ്മേളനത്തിൽ അവർ പങ്കെടുത്തില്ല. രാവിലെ വന്ന് അവിടെ ഉടനെ CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോവുകയാണ്. എന്തേ CBI അന്വേഷണം ഇപ്പോൾ അവർ പറയുന്നില്ല? ഇപ്പോഴന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, ഞങ്ങൾ ഉറച്ച നിലപാടാണ്, ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ഒരു കൃത്യമായ ബന്ധു ശരിയാവണം. പകുതി വേണ്ട. ആരുടെയും പത്രത്തിലെ സ്റ്റേറ്റ്മെന്റ് നോക്കി നടപടിയെടുക്കുന്ന പാർട്ടിയല്ല CPIM. ഞങ്ങൾ നടപടിയെടുക്കും, ആവശ്യമായ നടപടി സ്വീകരിക്കും. ഒരു സംശയവുമാണ്. വരട്ടെ, എല്ലാ വിവരങ്ങളും വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.